എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു പുതിയ ജോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്നത് VFA എക്സാം ആണ്. അതുപോലെ തന്നെ 10th പ്രിലിംസ് നടക്കുന്നുണ്ട്, വെബ്കോ മെയിൻസ് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസ് വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 2026 അല്ലേ. ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് ജോലി സാധ്യത കൂടുതലുള്ള വർഷമാണ് 2026. അപ്പം ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്ക് കിട്ടുന്ന അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് നാൾ വിട്ടു നിന്ന് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ലൊരു ലെവലിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്കുള്ള ഒരു ജോലിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്, ആ ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പം ഭൂമിശാസ്ത്രം മുൻവർഷ ചോദ്യങ്ങൾ, അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, PY ക്വസ്റ്റിന് എല്ലാ അധ്യാപകരും പറയാറുണ്ട് മുൻവർഷ ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന്. ആ മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസർ മാത്രം എത്തി അതിൻ്റെ ആൻസറിലേക്കുള്ളൊരു ആൻസറിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ മാത്രമല്ല, ബാക്കി നമുക്ക് അവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷനും കൂടെ നോക്കി ആ ഓപ്ഷനിൽ അതും കൂടെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, റോക്സ്. നമുക്കറിയാം റോക്സ്, ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ധാരാളമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് വേൾഡ് ജോഗ്രഫിയിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ചോദ്യം നോക്കിയേ, 2 ചോദ്യമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന്, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഈ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഈ ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ എനിക്ക് ആഗ്നേയ ശിലകൾ മാത്രമേ പറയാനായിട്ട് സാധിച്ചുള്ളൂ. അവസാദ ശിലകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കായാന്തരിത ശിലകളോ സെഡിമെൻ്ററി റോക്സോ മെറ്റാമോർഫിക് റോക്സോ അതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ കുറേയധികം എക്സാമ്പിൾസ് ഉണ്ട്. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ഇത്തരത്തിലുള്ള കുറേ എക്സാമ്പിൾ ഉണ്ട്. ഓരോന്നിനും ഓരോരോ എക്സാമ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് ആ ഒരു ക്ലാസ്സിൽ സാധിച്ചില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ആഗ്നേയശിലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം എടുത്തത്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് കേട്ടോ. അതായത് ഡിഗ്രി മെയിൻസിന് ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു ഇത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് റോക്സ് കറക്റ്റ്ലി മാച്ചസ് വിത്ത് ദെയർ എക്സാമ്പിൾ എന്നുള്ളത്. അപ്പം ആ ഒരു ചോദ്യം കണ്ടോ. അപ്പം നോക്കിയേ, ഇഗ്നിയസ് റോക്സ് ബസാൾട്ട്, സെഡിമെൻ്ററി റോക്സ് സ്ലേറ്റ്, മെറ്റാമോർഫിക് റോക്സ് മാർബിൾ. അപ്പം ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസിനെ അത് കൃത്യമായിട്ടുള്ള റോക്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഗ്നേയ ശിലകളല്ല, മറിച്ച് കായാന്തരിത ശിലകളാണ് എന്ന് നമുക്കറിയാം അല്ലേ. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ആഗ്നേയ ശിലകളാണോ? അല്ല, കായാന്തരിത ശിലകളാണ് എന്ന് അറിയാം. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ സി തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ആഗ്നേയ ശിലയല്ല, ഇഗ്നേസ് റോക്സ് അല്ല, മറിച്ച് മെറ്റാമോർഫിക് റോക്സ് ആണ് എന്ന് നമുക്കറിയാം. അപ്പം ഓപ്ഷൻ സി തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യം കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് റോക്സ് കറക്റ്റ്ലി മാച്ചസ് വിത്ത് ദെയർ എക്സാമ്പിൾസ്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അറിയാത്തവർക്കായിട്ട് ഞാൻ ഓരോന്നും കൃത്യമായിട്ട് പറയാം. അതിനുശേഷം ഈ ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഇത് നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് കടക്കാം. ശിലകൾ, ഇത് SSCRTയിലെ 8ാം ക്ലാസ്സിലെ ഒരു ഭാഗമാണ് കേട്ടോ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, SSCRTക്കും അതുപോലെ തന്നെ NCERTക്കും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. 10th ആയിക്കോട്ടെ, +2 ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഏതെഴുതിയാലും SCRT ടെക്സ്റ്റ് നല്ലപോലെ റെഫർ ചെയ്യുക. കാരണം ചില ചോദ്യങ്ങൾ അതുപോലെ വന്നിട്ടുണ്ട്, ആ ടെക്സ്റ്റിലെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് +1 ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. അത് കൃത്യമായിട്ട് ആ ടെക്സ്റ്റിൽ ആ ഒരു ഭാഗം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സമയമില്ലാത്തവർക്ക് ഇതുപോലെ ക്ലാസ്സുകൾ തരാം, അത് കൃത്യമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നോക്കിയേ, ശിലകൾ. നമുക്കറിയാം ശിലകൾ എന്ന് പറയുമ്പോൾ എത്ര ശിലകളുണ്ട്? 3 തരത്തിലുള്ള ശിലകളുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ഇഗ്നിയസ് റോക്സ് ഉണ്ട്, സെഡിമെന്ററി റോക്സ് ഉണ്ട്, മെറ്റാമോർഫിക് റോക്സ് ഉണ്ട്. അതായത് ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്നേയ ശിലകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെഡിമെന്ററി റോക്സോ അത് അവസാദ ശിലകളാണ്. മെറ്റാമോർഫിക് റോക്സോ അത് കായാന്തരിത ശിലകളാണ്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? ശിലകൾ 3 വിധം. ഒന്ന് ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ആദ്യം കണ്ടു, ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. ശരിയാണല്ലേ. ആഗ്നേയശിലകളെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിച്ചേ, താഴേക്ക് നോക്കിക്കേ. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആണ് ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്നേയ ശിലകൾ, ബാക്കി എല്ലാ ശിലകളും എവിടെ നിന്നാണ് രൂപമാറ്റം സംഭവിക്കുന്നത്? ഏതിൽ നിന്നാണ് രൂപമാറ്റം സംഭവിക്കുന്നത്? ഈ ഒരു ഇഗ്നിയസ് റോക്സിൽ നിന്നാണ് എല്ലാ ശിലകൾക്കും രൂപമാറ്റം സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ആഗ്നേയ ശിലകളെ എന്തു പറയുന്നത്? പ്രാഥമിക ശിലകൾ. അതുപോലെ തന്നെ പിതൃശില, അതുപോലെ തന്നെ ശിലകളുടെ മാതാവ്, അടിസ്ഥാന ശില എന്നൊക്കെ പറയുന്നു. പ്രാഥമിക ശില എന്ന് മാത്രമല്ല, ശിലകളുടെ മാതാവ്, അടിസ്ഥാന ശില, പിതൃശില എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? ഇനി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരികയാണ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യം വരാം. എന്തുകൊണ്ട് ആഗ്നേയശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു? കുറേ കാരണങ്ങൾ ഇങ്ങനെ തന്നേക്കാണ്. അപ്പൊ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്താണ്? മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകളിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാലാണ് ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് പറയുന്നത്. പ്രാഥമിക ശില എന്ന് മാത്രമല്ല, പകരം ശിലകളുടെ മാതാവ്, പിന്നെ അടിസ്ഥാന ശില, പിതൃശില എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി നോക്കിയേ, ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഈ ഭൗമോപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് അല്ലേ. മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് രൂപാന്തരം പ്രാപിക്കുന്നത്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ, ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ, അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു, നോക്കിയേ, ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും എന്താണ് രൂപം കൊള്ളുന്നു. അപ്പൊ അതിന് കിട്ടിയില്ലേ? ഈ ശിലകൾ ഭൂമിക്കകത്തും അതുപോലെ തന്നെ ഭൂമിക്ക് പുറത്തും രൂപം കൊള്ളുന്നു. കിട്ടിയില്ലേ? അപ്പം ഇതും കിട്ടി, ഇതും കിട്ടി. എന്തുകൊണ്ടാണ് പ്രാഥമിക ശില എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു എന്ന് പറഞ്ഞത്? ഓക്കെ, കിട്ടിയില്ലേ? എത്രയും കിട്ടിയില്ലേ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം അല്ലേ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് പ്രാഥമിക ശില എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ ശിലകൾക്കും രൂപമാറ്റം സംഭവിക്കുന്നത് ആഗ്നേയ ശിലയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഭൂമിക്കകത്തും പുറത്തും ആഗ്നേയ ശിലകൾ രൂപം പ്രാപിക്കുന്നു എന്ന് പറയുന്നത്, രൂപം കൊള്ളുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ച്, നമ്മളെ ഭൂമിയുടെ ഘടന പഠിച്ചായിരുന്നു അല്ലേ. കോറ്, മാൻജില്, ഇന്നർ കോറ്, ഔട്ടർ കോറ്, മാൻജില്, ഇതെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അത്തരത്തില് എന്താണ്, ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, അതുപോലെ തന്നെ ബാത്തോലിത്ത്, ലാക്കോലിത്ത്, സിൽക്ക്, ഡൈക്സ്, ഇതെല്ലാം
ആഗ്നേയശിലകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി നമുക്കറിയാം വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് കേട്ടോ ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫോസിലുകൾ എന്ന് നമുക്കറിയാമല്ലേ. അത്തരത്തിൽ ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അത് അവസാദ ശിലയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ വരും. ഫോസിലുകൾ കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത് അവസാദ ശിലയാണ്. ഈ ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് പാലിയന്റോളജി ആണ് കേട്ടോ. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. എഴുതിയേക്കാം. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. അപ്പം എന്താണ് ഫോസിലുകൾ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോ ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ്, ഫോസിലുകൾ കാണപ്പെടാത്ത ശിലകളാണ് ഏതെന്ന് പറയുന്നത്? ആഗ്നേയശില എന്ന് പറയുന്നത്. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നു എന്നുള്ളത്. ആഗ്നേയശിലകളെ അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോ എന്താണ്? ഈ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എന്താണ്? ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താണ് പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. റോക്സ്, ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, പിന്നെ മെറ്റാമോർഫിക് റോക്സ്. അതിൽ നമ്മൾ പറയുന്നത് ആഗ്നേയശിലകളാണ്. എന്താണ് ആഗ്നേയശില എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് പ്രാഥമിക ശില എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറേയധികം എക്സാമ്പിൾ പറഞ്ഞു. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ഡൈക്സ്, ഇതെല്ലാം എന്താണ്? ആഗ്നേയശിലകൾക്ക് എക്സാമ്പിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. ഫോസിലുകൾ കാണപ്പെടാത്ത അല്ലെങ്കിൽ ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയശില എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോസിലുകൾ കാണപ്പെടുന്ന ശില ഏതാണ്? അത് അവസാദ ശിലകളാണ്, സെഡിമെന്ററി റോക്സ് ആണ്. അപ്പൊ ഈ ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി എന്ന് പറയുന്നത് കേട്ടോ. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി എന്ന് പറയുന്നത്. അപ്പോ ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നതിൽ ഉള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് കിട്ടി അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അത് കായാന്തരിത ശിലകളാണ്. അതുകൊണ്ടാണ് അത് ആ ഒരു ഓപ്ഷൻ തെറ്റായിപ്പോയത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും ഇഗ്നിയസ് റോക്സ് പ്രധാനമായിട്ടും 2 വിധത്തിലുണ്ട്. അത് ഇൻട്രൂസീവ് റോക്സും അതുപോലെ തന്നെ എക്സ്ട്രൂസീവ് റോക്സുമാണ് കേട്ടോ. എന്താണ്? അന്തർവേദ ശിലകളും അതുപോലെ തന്നെ ബാഹ്യജാത ശിലകളും. എന്താണ്? അന്തർവേദ ശിലകൾ, ബാഹ്യജാത ശിലകൾ. അപ്പം എന്താണ് ഈ ബാഹ്യജാത ശില എന്ന് പറയുന്നത്? അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാഹ്യജാത ശിലയ്ക്ക് ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഒരു ചോദ്യം വന്നാൽ ഏതാണ് ബാഹ്യജാത ശിലയ്ക്ക് ഒരു എക്സാമ്പിൾ? ബസാൾട്ട് ആണ് കേട്ടോ. ബസാൾട്ട് ബാഹ്യജാത ശിലയ്ക്കൊരു എക്സാമ്പിൾ ആണ്. ഈ ബസാൾട്ടിന്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന സോയിലാണ് കറുത്ത മണ്ണ് കേട്ടോ. ബ്ലാക്ക് സോയില്, കോട്ടൺ സോയിൽ എന്നൊക്കെ പറയും, കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ പറയും കേട്ടോ. റിഗർ റഗർ എന്നൊക്കെ പറയും. കറുത്ത പരുത്തി മണ്ണ് കേട്ടോ. അപ്പോൾ ബസാൾട്ട്, ഗ്രാനൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ലോപ്പോലിത്ത്, ഇതെല്ലാം ഡൈക്സ്, സിൽക്ക്, ഇതെല്ലാം എന്താണ്? ആഗ്നേയശിലയ്ക്ക്
എക്സാമ്പിൾ ആണ്, ആഗ്നേയശിലയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം എന്താണ് ബാഹ്യജാത ശിലകൾ എന്ന് കിട്ടി അല്ലെ? എന്താണ് ബാഹ്യജാത ശില എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്താണ് ബാഹ്യജാത ശിലകൾ, അതുപോലെ തന്നെ എന്താണ് അന്തർവേദ ശിലകൾ എന്ന് പറയുകയാണ്. അപ്പം എന്താണ് എക്സ്ട്രൂസീവ് റോക്സ് അഥവാ ബാഹ്യജാത ശില എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അന്തർവേദ ശില എന്നാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ട് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ അഥവാ ഇൻട്രൂസീവ് റോക്സ് എന്ന് പറയുന്നത്. ഈ അന്തർവേദ ശിലകളുടെ മറ്റൊരു പേരാണ് കേട്ടോ പ്ലൂട്ടോണിക് ശിലകൾ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്ലൂട്ടോണിക് ശിലകൾ. അതായത് ഈ അന്തർവേദ ശിലയ്ക്കുള്ള മറ്റൊരു പേരാണ്, അന്തർവേദ ശിലയുടെ മറ്റൊരു പേരാണ് പ്ലൂട്ടോണിക് ശിലകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് എക്സ്ട്രൂസീവ് റോക്സ് അഥവാ ബാഹ്യജാത ശിലകൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പം ബാഹ്യജാത ശിലയ്ക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ബസാൾട്ട് ആണ് ബാഹ്യജാത ശിലയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്ന സോയിലാണ് കറുത്ത സോയിൽ അഥവാ കറുത്ത മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, അല്ലെങ്കിൽ എന്താണ് കോട്ടൺ സോയിൽ എന്ന് പറയുന്നത്, റിഗർ എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ആഗ്നേയശില എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആഗ്നേയശിലകളുടെ എക്സാമ്പിള് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, സിൽക്ക്, ഡൈക്സ്, ഇതെല്ലാം ആഗ്നേയശിലകളുടെ എക്സാമ്പിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സ് ആണ് കേട്ടോ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, അവസാദ ശിലകൾ. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് അവസാദ ശിലകൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായിട്ട്, അതായത് സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പം ഈ അവസാദ ശിലകൾക്ക്, അതായത് സെഡിമെന്ററി റോക്സിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഈ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ഇതെല്ലാം ഈ സെഡിമെന്ററി റോക്സിനുള്ള എക്സാമ്പിൾ ആണ് കേട്ടത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അവസാദ ശിലയ്ക്ക് ഒരു എക്സാമ്പിൾ എഴുതുക. അപ്പം ഞാൻ ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, എന്താണ് മാച്ച് ദ ഫോളോവിങ്, കൃത്യമായിട്ടുള്ളതിനെ എന്താണ് റോക്സിനെ എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ കണ്ടു. അപ്പം അതുപോലെയുള്ള ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എന്താണ് സെഡിമെന്ററി റോക്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിക്കേ, കാലാന്തരത്തിൽ, അതായത് വർഷങ്ങൾ, 1-2 വർഷമാണോ? അല്ല, നൂറ്റാണ്ടുകൾ, വർഷങ്ങൾ എടുത്ത് ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. എങ്ങനെയാണ് അത് സംഭവിക്കുക? എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? പ്രകൃതി ശക്തികളായിട്ടുള്ള, നമുക്കറിയാം പ്രകൃതി ശക്തികളായിട്ടുള്ള കാറ്റ്, അതുപോലെ തന്നെ ഹിമാനികള്, ഒഴുകുന്ന ജലം, പിന്നെ വേലിയേറ്റങ്ങള്, ഇറക്കങ്ങള്, തിരമാലകള് എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി, സെഡിമെന്റ്സ് അടിഞ്ഞുകൂടിയിട്ടാണ് സെഡിമെന്ററി റോക്സ് ഉണ്ടാകുന്നത്. അപ്പോ എന്താണ്, കാലാന്തരത്തിൽ വർഷങ്ങളെടുത്ത്, 1-2 വർഷമല്ല, അനേകായിരം വർഷങ്ങൾ എടുത്തുകൊണ്ട് ശിലകൾ ക്ഷയിച്ച് എന്തിന്റെ ഫലമായിട്ട്? പ്രകൃതി ശക്തികളുടെ ഫലമായിട്ട്, പ്രകൃതി ശക്തികളായിട്ടുള്ള കാറ്റ്, അതുപോലെ തന്നെ ഹിമാനികള്, ഒഴുകുന്ന ജലം തുടങ്ങിയ പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായിട്ട് രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അത്തരത്തിലുള്ള അവസാദങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം പ്രാപിക്കുന്ന റോക്സ് അല്ലെങ്കിൽ ശിലകളാണ് സെഡിമെന്ററി റോക്സ് അഥവാ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഈ അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് ഒക്കെ പറയുന്നത്. അപ്പോൾ അത്രയും കിട്ടിയില്ലേ? ഇനി നോക്കിയേ, പാളികളായിട്ട് രൂപപ്പെടുന്നത് കൊണ്ടാണ് അവസാദ ശിലകൾക്ക് അടുക്കു ശിലകൾ അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. ഇനി ചോദിക്കാം, എന്തുകൊണ്ടാണ് അവസാദ ശിലകളെ സ്ട്രാറ്റിഫൈഡ് റോക്സ് അഥവാ അടുക്കു ശിലകൾ എന്ന് വിളിക്കുന്നത് എന്ന്? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. എന്തുകൊണ്ടാണ്? പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ, ഇവ ഇത്തരത്തിലുള്ള അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ എങ്ങനെ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെഡിമെന്റ്സിനെ, ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ എന്ന് പറയുന്നത്
അടുക്കുശിലകൾ, ഇത്തരത്തിലുള്ള അവസാദ ശിലകള് അടുക്കുശിലകൾ അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫൈഡ് റോക്സ് കാണാമല്ലോ, റോക്സ് എന്ന് പറയുന്നത് എന്നും അറിയപ്പെടുന്നത്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അപ്പം എന്താണ് അവസാദ ശിലകൾ, എന്താണ് കായാന്തരിത ശിലകൾ, എന്താണ് ആഗ്നേയ ശിലകൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം കിട്ടി, അത്രയും കിട്ടി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കാം. നേരത്തെ വന്ന ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്, പഠിപ്പിച്ച ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് അന്തർവേദ ശിലകളുടെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളത്. അപ്പം മനസ്സിലേക്ക് ആൻസർ വരട്ടെ. അന്തർവേദ ശിലകളുടെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളത്. ആഗ്നേയശിലയ്ക്ക് ഒരു എക്സാമ്പിൾ ഓർക്കുക. അതുപോലെ തന്നെ ബസാൾട്ടിന് അപക്ഷയം മൂലം ഉണ്ടാകുന്ന സോയിൽ ഏതാണ്? ഇതെല്ലാം ഒന്ന് ഓർത്തു വെച്ചോണം. പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എക്സാം ആവുന്ന സമയത്തേക്ക് സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ എന്താണോ പഠിച്ചത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഒരു SRM ടെക്നിക്കാണ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. സ്റ്റഡി, റിവിഷൻ, മോക്ക് ടെസ്റ്റ്. ആദ്യം നിങ്ങൾ പഠിക്കുക, പഠിച്ചത് എന്താണോ അത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക, കൃത്യമായിട്ട് അത് വീണ്ടും 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 ആവർത്തിച്ച് പഠിക്കുക. പിന്നീട് ധാരാളം മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ എന്താണോ പഠിച്ചത് അത് നമ്മുടെ മെമ്മറിയിൽ അതുപോലെ അത് സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ടോ എന്നറിയാനായിട്ട് മോക്ക് എക്സാമുകൾ നമ്മളെ ധാരാളമായിട്ട് സഹായിക്കും. അതുകൊണ്ട് മോക്ക് എക്സാമുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുക. അപ്പം ആ മോക്ക് എക്സാമുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള ചേഞ്ച് നിങ്ങളിലേക്ക് ഉണ്ടാകും. 20 മാർക്കാണ് നമുക്ക് ആദ്യത്തെ എക്സാമിന് നമുക്ക് കിട്ടിയതെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു 50 മാർക്കിലേക്ക് എത്തും. ആ 50 മാർക്ക് പിന്നെ 80 മാർക്കാവും, 80 മാർക്ക് പിന്നെ 90 മാർക്കാവും. അങ്ങനെ നമുക്ക് ആഗ്രഹിച്ച ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു SRM ടെക്നിക്, സ്റ്റഡി, റിവിഷൻ, മോക്ക് ടെസ്റ്റ് എന്നുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനായിട്ട് ശ്രമിക്കണം. ഇനിയും അടുത്തത് കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകൾ ശ്രദ്ധിക്കുക. എന്താണ് കായാന്തരിത ശിലകൾ എന്ന് നോക്കിയേ. മെറ്റാമോർഫിക് റോക്സ് എന്താണ് എന്ന് നോക്കിയേ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായിട്ടും അതുപോലെ തന്നെ രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിക ശിലകൾ രൂപപ്പെടുന്നത്. അപ്പം എങ്ങനെയാണ്? ഉയർന്ന മർദ്ദം മൂലമോ അല്ലെങ്കിൽ ഉയർന്ന മർദ്ദം മൂലമോ അല്ലെങ്കിൽ താപം മൂലമോ, മർദ്ദം മൂലമോ താപം മൂലമോ ആണ് എന്ത് സംഭവിക്കുന്നത്? ശിലകള് ഭൗതികപരമായിട്ടോ രാസികപരമായോ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇങ്ങനെയാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. അതായത് അവസാദ ശിലകളോ അതുപോലെ തന്നെ ആഗ്നേയ ശിലകളോ ഇത്തരത്തിലുള്ള ശിലകള് എങ്ങനെയാണ്? ഉയർന്ന മർദ്ദം അതുപോലെ തന്നെ ഉയർന്ന താപം മൂലമോ ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഭൗതികപരമായിട്ടുള്ള മാറ്റം. അവസാദ ശിലകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആഗ്നേയ ശിലകളായിക്കോട്ടെ, ഇവയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഭൗതികപരമായിട്ടുള്ള അതുപോലെ തന്നെ രാസപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് ശിലകള് രൂപം പ്രാപിക്കുന്നു. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നുള്ളത്. അപ്പോ നേരത്തെ ആഗ്നേയ ശിലകളുടെ ഒരു ചോദ്യം വന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യം വരാം. എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ കായാന്തരിക ശിലകളുടെ സവിശേഷതകളിൽ ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ട് തരികയാണ്. ആദ്യത്തെ പോയിന്റ് തരികയാണ്. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാർബിള്, സ്ലേറ്റ് തുടങ്ങിയവ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്താണ്? രത്നങ്ങള്, വജ്രം, മരതകം തുടങ്ങിയ വിലപിടിപ്പുള്ള കല്ലുകള് കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ്. എന്നിട്ടൊരു ചോദ്യം തരികയാണ്. സെഡിമെന്ററി റോക്സ്, അവസാദ ശിലകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തരികയാണ്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ടാണ് എന്താണ് അടുക്കുശിലകൾ അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് എന്നുള്ളൊരു രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ആൻസർ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പം കായാന്തരിത ശിലകൾ, അപ്പം
നമ്മൾ ഒരു ഡീപ്പായിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ് കേട്ടോ. ജോഗ്രഫി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പോലെയുള്ള സോഷ്യൽ സയൻസിന്റെ സ്ട്രീമിൽ വരുന്ന ഏതൊരു സബ്ജക്റ്റിലേക്ക് വന്നാലും നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം മെയിൻസിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈമായി അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത് വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡ് ആണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നമ്മൾ ആ ഓരോ ടൈമും എന്താണ് വളരെ കൃത്യമായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രിലിംസിൽ ഫാക്ച്വൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ഫാക്ട്സ് ഒക്കെ ആയിരിക്കാം ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് അത്രയും നമുക്ക് ഡെപ്തിലേക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കില്ല ചോദിക്കുക. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോഴത്തേനും വളരെ ഡീപ്പായിട്ടുള്ള എവിടെ നിന്ന് വേണേലും ചോദ്യങ്ങൾ വരാം കേട്ടോ. ഏത് കോർണറിൽ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് ഓരോ ഭാഗവും കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ധാരാളമായിട്ട് എടുത്ത് നോക്കണം എന്ന് പറയുന്നത്. അപ്പം റോക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്നറിയാം. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തുകൊണ്ട് വന്നതും. മേ ബി ചോദിക്കാതിരിക്കാം, പക്ഷെ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. നമുക്ക് നല്ല സ്കോർ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള പഠനം നമ്മൾ നടത്തണം. നേരത്തെ പറഞ്ഞതുപോലെ SRM ടെക്നിക്സ് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് കായാന്തരിത ശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കായാന്തരിത ശിലകളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. താപം പ്ലസ് മർദ്ദം ഇസിക്കൽ ടു കായാന്തരണം എന്ന് പറയാം. താപം പ്ലസ് മർദ്ദം ഇസിക്കൽ ടു കായാന്തരണം. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന അവസാദ ശിലകളോ ആഗ്നേയ ശിലകളോ അല്ലെങ്കിൽ അവസാദ ശിലകളോ ഇഗ്നിയസ് റോക്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സെഡിമെന്ററി റോക്സ് ആയിക്കോട്ടെ, ഇതിന് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള മർദ്ദവും താപവും ഒക്കെ താപത്തിലൂടെയൊക്കെ എന്തുണ്ടാകുന്നു? ഭൗതികപരമായിട്ടോ അല്ലെങ്കിൽ രാസപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അങ്ങനെ വിധേയമാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശിലകൾക്ക് ഇത്തരത്തിലുള്ള ഭൗതികപരമായിട്ടുള്ള രാസപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ കായാന്തരീകരണം അഥവാ കായാന്തരിത ശിലകള് രൂപം പ്രാപിക്കുന്നത് കേട്ടോ. കായാന്തരിത ശിലകൾ രൂപം പ്രാപിക്കുന്നത്, സെഡിമെന്ററി റോക്സ് രൂപം പ്രാപിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. ആഗ്നേയ ശിലകൾ എന്താണ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അവസാദ ശിലകൾ എന്താണ് എന്ന് പറഞ്ഞു, കായാന്തരിത ശിലകൾ എന്താണ് എന്ന് പറഞ്ഞു അല്ലെ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആഗ്നേയ ശിലകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആഗ്നേയ ശിലകൾ രണ്ട് വിധത്തിലുണ്ട്. അത് ഇൻട്രൂസീവ് റോക്സും അതുപോലെ തന്നെ എക്സ്ട്രൂസീവ് റോക്സുമാണെന്ന് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അന്തർവേദ ശിലകളുമുണ്ട്, ബാഹ്യജാത ശിലകളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കായാന്തരിത ശിലകളും പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ബലതന്ത്ര ശിലകൾ, ബലതന്ത്ര കായാന്തരീകരണവും അതുപോലെ തന്നെ താപീയ കായാന്തരീകരണം കേട്ടോ. ബലതന്ത്ര കായാന്തരീകരണം ഇവിടെ താഴേക്ക് എഴുതാം, ഇവിടോട്ട് എഴുതാം. ബലതന്ത്ര കായാന്തരീകരണം അതുപോലെ തന്നെ താപീയ കായാന്തരീകരണം. ഓക്കെ. തെർമൽ മെറ്റാമോർഫിസവും അതുപോലെ തന്നെ ഡൈനാമിക് മെറ്റാമോർഫിസവും. എന്താണ് ബലതന്ത്ര കായാന്തരീകരണം? അത് ഡൈനാമിക് മെറ്റാമോർഫിസം ആണ്. അപ്പോൾ എന്താണ് താപീയ കായാന്തരീകരണം? അത് തെർമൽ മെറ്റാമോർഫിസം ആണ് കേട്ടോ. അപ്പം കായാന്തരീകരണത്തെ പ്രധാനമായിട്ടും രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ബലതന്ത്ര കായാന്തരീകരണവും അതുപോലെ തന്നെ താപീയ കായാന്തരീകരണവും. ഡൈനാമിക് മെറ്റാമോർഫിസവും തെർമൽ മെറ്റാമോർഫിസവും. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? നമ്മള് കായാന്തരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് താപം പ്ലസ് മർദ്ദം ഇസിക്കൽ ടു കായാന്തരണം. അതവിടെ കടന്നോട്ടെ, എക്സ്ട്രാ. ഓക്കെ. താപം പ്ലസ് മർദ്ദം ഇസിക്കൽ ടു കായാന്തരണം. അതായത് ശിലകൾക്ക് മർദ്ദം മൂലമോ അതുപോലെ ഉയർന്ന രീതിയിലുള്ള മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ എങ്ങനത്തെ ശിലകളാ? അഗ്നേയ ശിലകളായിക്കോട്ടെ, അവസാദ ശിലകളായിക്കോട്ടെ, ഇവയ്ക്ക് ഭൗതികപരമായി അതുപോലെ തന്നെ രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിക ശിലകൾ രൂപം പ്രാപിക്കുന്നത്. കായാന്തരിക ശിലകൾക്ക് എക്സാമ്പിൾ ആണ് മാർബിള്, സ്ലേറ്റ് തുടങ്ങിയവ കേട്ടോ.
മാർബിള്, സ്ലേറ്റ് തുടങ്ങിയവയൊക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് രത്നങ്ങള്, വജ്രം, മരതകം തുടങ്ങിയ വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ ഇല്ലേ, ഇതെല്ലാം കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പോ അത്രയും കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? അത്രയും മനസ്സിലായി? എല്ലാം കിട്ടി. ആഗ്നേയശിലകൾ കിട്ടി, അവസാദ ശിലകൾ കിട്ടി, കായാന്തരിത ശിലകൾ കിട്ടി. എന്താണ് എന്നുള്ളതെല്ലാം മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം നമ്മളെ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്ന് നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം എഴുതിയേക്കുന്ന ടോപ്പിക്ക് മാത്രം, ഓരോ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നമ്മൾ ഇപ്പം നടന്നതിന് തൊട്ട് മുമ്പ് എന്താണോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത് നേരത്തെ ഞാൻ കൊടുക്കാഞ്ഞത് ഇപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എഴുതി വെച്ച് കാണും. വീണ്ടും നിങ്ങൾ ഇത് എഴുതുമ്പോഴേക്കും അത് കുറച്ചും കൂടി നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ശിലകൾ എന്ന് പറഞ്ഞു. ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്, ഇതെല്ലാം എന്താണ് എന്നാ പറഞ്ഞത്? ശിലകളാണ് അല്ലേ? ശിലകളാണ്. ഓക്കെ, അപ്പോ ആഗ്നേയശിലകൾ, ഇഗ്നിയസ് റോക്സിനെ പ്രാഥമിക ശില, ശിലകളുടെ മാതാവ്, അടിസ്ഥാന ശില, പിതൃശില എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. കാരണം മറ്റെല്ലാ ശിലകളും രൂപം പ്രാപിക്കുന്നത് എവിടെ നിന്നാണ്? ആഗ്നേയശിലകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രാഥമിക ശില എന്ന് റോക്സിനെ, അതായത് ഇഗ്നിയസ് റോക്സിനെ അറിയപ്പെടുന്നത്. ഇനിയും അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ. എന്താണ് ഫോസിലുകളെ കുറിച്ചുള്ള പഠനം? ഏതാണ്? പാലിയന്റോളജി ആണ് അല്ലേ? ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി. ഇനി ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശിലകൾ. അതുപോലെ തന്നെ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ആഗ്നേയശിലകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നു: ബാഹ്യാന്തര ശിലകൾ, അതുപോലെ തന്നെ അന്തർവേദ ശിലകൾ. എക്സ്ട്രൂസീവ് റോക്സ് അഥവാ ഇൻട്രൂസീവ് റോക്സ്. എക്സ്ട്രൂസീവ് റോക്സിനെ ബാഹ്യജാത ശിലകൾക്ക് എക്സാമ്പിൾ ആണ് ബസാൾട്ട്. ബസാൾട്ടിന് അപക്ഷയം മൂലം കറുത്ത സോയിൽ അഥവാ ബ്ലാക്ക് സോയില്, പിന്നെന്താണ് കോട്ടൺ സോയില്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഒരു പേരാണ് കേട്ടോ. കറുത്ത പരുത്തിമണ്ണ്, റിഗർ എന്നൊക്കെ എങ്ങനെ വന്ന് ചോദിച്ചാലും എഴുതാനായിട്ട് സാധിക്കണം കേട്ടോ. അപ്പം ബസാൾട്ട്, ഗ്രാനൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, സിൽക്ക്, ഡൈക്സ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ അവസാദ ശിലകളിലേക്ക് കടന്നു. എന്താണ് അവസാദ ശില എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പ്രകൃതി ശക്തികളായിട്ടുള്ള കാറ്റ്, അതുപോലെ തന്നെ ഹിമാനികൾ, തിരമാലകൾ, വേലികൾ, എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി, സെഡിമെന്റ്സ് അടിഞ്ഞുകൂടിയിട്ട് ഉണ്ടാകുന്ന ശിലകളാണ് എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? മണൽക്കല്ല്, സാൻഡ് സ്റ്റോൺ, അതുപോലെ തന്നെ ക്ലേ, ഇതെല്ലാം എന്താണ്? ഷെയില്, ഇതെല്ലാം അവസാദ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനിയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണമാണ് ഈ ചുണ്ണാമ്പ് കല്ലും, അതുപോലെ ചുണ്ണാമ്പ് കല്ല്, കൽക്കരി, ചോക്ക്, ഇതെല്ലാം ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണം ഏതാണ്? ജിപ്സവും അതുപോലെ തന്നെ കല്ലുപ്പും ഒക്കെ രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്നതാണ് കേട്ടോ. നമുക്കറിയാം റോക്ക് സോൾട്ട് ഒക്കെ ഇല്ലേ, അതൊക്കെ. ഇനി നോക്കിയേ, കായാന്തരിത ശിലകൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. കായാന്തരണം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്? താപം പ്ലസ് മർദ്ദം ഇസിക്കൽ ടു കായാന്തരണം. അതായത് ഉയർന്ന മർദ്ദം മൂലം ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു? ശിലകൾക്ക് ഭൗതികപരമായിട്ടുള്ള, രാസപരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു. ഇത്തരത്തിൽ രൂപം പ്രാപിക്കുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. നൈസ്, ശിസ്റ്റ്, മാർബിൾ, സ്ലേറ്റ്, ഇതെല്ലാം എന്താണ്? കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഒരു ഒറ്റ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കണം എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യാറായി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് റോക്സ് കറക്റ്റ്ലി മാച്ചസ് വിത്ത് ദർ എക്സാമ്പിൾസ്? അത് കൃത്യമായിട്ട് ഏതാണ് എന്ന് ക്ലാസ് കാണുന്നവര്
ഈ ക്ലാസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഈ ക്ലാസ് കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് LDCയുടെ അതുപോലെ VFAയുടെ ഗോൾഡൻ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. LDCയുടെ ഗോൾഡൻ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. രഞ്ജിത്ത് സാറിൻ്റെയും അതുപോലെ തന്നെ അശ്വിൻ സാറിൻ്റെയും നേതൃത്വത്തിലുള്ള വളരെ മികച്ച ഒരു ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ അതിലേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഏറ്റവും നല്ല ഫീച്ചേഴ്സാണ് അത്. സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന നല്ല അടിപൊളി ഫീച്ചേഴ്സാണ് ആപ്പിലുള്ളത്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞു SRM ടെക്നിക്സ്, ഞാൻ പറഞ്ഞു SRM ടെക്നിക്ക് ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റഡി, റിവിഷൻ, മോക്ക് എക്സാം എന്നുള്ളത് നമ്മൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക, മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഇതിനൊന്നും നമ്മൾ റിവിഷൻ ചെയ്യാൻ അതുപോലെ തന്നെ മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തപ്പി നടക്കേണ്ട, മെറ്റീരിയൽസ് തപ്പി നടക്കേണ്ട, ഇതെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. അപ്പം ഏറ്റവും മികച്ച ആപ്പാണ് അത്. ഏറ്റവും നല്ല ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. 2026 നിങ്ങളുടെ വർഷമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വർഷമുള്ളത്. ഒരുപാട് ബെക്കോ, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ്, 10th പ്രിലിംസ്, VFA, ഒരുപാട് എക്സാമുകളാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പം താങ്ക്